നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുപരസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വരായ, ഓം മഹേശ്വരായ, ഓം പാർവതീദേവിയമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം സുബ്രഹ്മണ്യ സ്വാമി സ്വാമി കാളീദേവി ഭദ്രകാളി കാമദേവി. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 എല്ലാ വ്യവസ്ഥയിലും പറയുന്നത് പോലെ തന്നെ ഭാഗ്യദായകമായൊരു വർഷമാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കുകയാണ്. എല്ലാ എപ്പിസോഡ്സുകളിലും എല്ലാ വ്യവസ്ഥയിലും നമ്മളിത് പറയാറുണ്ട്. 2026 ഫെബ്രുവരി ഇവിടെ പറഞ്ഞു. 2026 മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. 2026 മാർച്ച് ആദ്യ ആഴ്ചയിലുണ്ടാകുന്ന മീന സംക്രാന്തിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2026 മാർച്ച് ആദ്യം സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പോവുകയാണ്. മാർച്ച് 15 അതിനടുത്തായിട്ടുള്ള ദിവസങ്ങളിലോ ആണ് സൂര്യൻ്റെ ഈ ഗ്രഹ സംയോഗം നടക്കാൻ പോകുന്നത്. കുംഭരാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന ഈ വിശിഷ്ട കർമ്മം നടക്കുന്നത് മാർച്ച് 15 കഴിഞ്ഞു വരുന്ന 3-4 ദിവസങ്ങൾക്കുള്ളിലാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ഈ സംക്രമണം ചില രാശിക്കാരായ നക്ഷത്രജാതർക്ക് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്. മീന സംക്രാന്തി എന്ന് പറയുന്നത് അത്രത്തോളം വിശിഷ്ടമായിരിക്കുന്ന ഒരു ദിനം കൂടിയിട്ടാണ്. മാർച്ച് 15 കഴിഞ്ഞു വരുന്ന ആ ഒരു 4-5 ദിവസത്തിനുള്ളിൽ മീനസംക്രാന്തിയുടേതായിരിക്കുന്ന വ്യവസ്ഥകൾ എത്തിച്ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില രാശിക്കാർക്ക് വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹ മുഹൂർത്തങ്ങൾ വന്നു ചേരുകയും ചെയ്യുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, സൂര്യൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ള കർത്തവ്യമാണ്, എന്നുള്ള കർമ്മമാണ് നടക്കാൻ പോകുന്നത്. ആദ്യത്തേത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശിയാണ് ആദ്യത്തേത്. സൂര്യൻ്റേതായിരിക്കുന്ന ഈ രാശിമാറ്റം വൃശ്ചികം രാശിയുടെ 5ാം ഭാവത്തിലാണ് നടക്കുന്നത്. അതായത് പുത്രൻ്റേതായ ഭാവം അല്ലെങ്കിൽ ബുദ്ധിയുടേതായ സ്ഥാനം തുടങ്ങിയവയാണ് 5ാം ഭാവം എന്നതുകൊണ്ട് നമ്മൾ കൽപ്പിക്കുന്നത്. സൂര്യൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ വൃശ്ചികം രാശിയുടേതായ 5ാം ഭാവത്തിലാണ് ഇതിൻ്റെ ഈ അനുഗ്രഹ വ്യവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്നത്. 5ാം ഭാവത്തിലേക്കാണ് വൃശ്ചികം രാശിയുടേതായ വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ പ്രവേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹം തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക, പ്രണയ ബന്ധങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുക, ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സഫലമാവുക, സർക്കാർ കാര്യങ്ങളിൽ വിജയം വരിക്കുക എന്നുള്ളതൊക്കെയാണ്
മീന സംക്രാന്തിയിലൂടെ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വന്നു ചേരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുക, അതുപോലെ തന്നെ പ്രണയിതാക്കൾക്ക് ഒരിക്കലും ചേരാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് വരെ തീർച്ചയായും എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ തന്നെ അത് വിവാഹത്തിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ നിലയുടെ വർധനവ്, യാത്രകൾ, വളരെ അനുകൂലമായിരിക്കുന്ന ചില സംഭവങ്ങൾ, പൂർത്തീകരിക്കുകയില്ല എന്ന് വിചാരിച്ച് കളഞ്ഞിരുന്ന ചില സംഭവങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുക എന്നുള്ളത് തുടങ്ങി വളരെയധികം ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങളാണ് സൂര്യൻ്റെ അഥവാ ആദിത്യൻ്റെ മീനം രാശിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്ന ഭാഗ്യങ്ങൾ. അടുത്തത് പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകക്കൂറാണ്. അതായത് സൂര്യൻ്റേതായിരിക്കുന്ന സഞ്ചാരം വരുമ്പോൾ കർക്കിടകം രാശിക്കാരുടെ 9ാം ഭാവത്തിലാണ്. 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യത്തെ നിശ്ചയിക്കുന്ന ഭാവമാണ്. സൂര്യൻ്റേതായിരിക്കുന്ന പ്രവേശ വ്യവസ്ഥയുടെ അനുഗ്രഹം എത്തിച്ചേരുന്നത് 9ാം ഭാവത്തിലാണ്. ഈ രാശിക്കാർക്ക് സ്വാഭാവികമായും ധനത്തിൻ്റേതായിരിക്കുന്ന ഉണർവുണ്ടാകും. പ്രകാശമാനമാകുന്ന തരത്തിൽ മുന്നോട്ടുള്ള പോക്ക് അതിനുള്ള വഴി തുറക്കും. സൂര്യൻ്റേതായിരിക്കുന്ന അനുഗ്രഹശക്തി പൂർണ്ണമായും ലഭിക്കുക ഈ നക്ഷത്രജാതർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭാഗ്യമായി വന്നു ചേരും. കർക്കിടകം രാശിക്കാരുടെ 9ാം ഭാവത്തിലാണ് ഈ ഭാഗ്യം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ധനപരമായ വർധനവ് കർക്കിടകം രാശി നക്ഷത്രജാതർക്ക് വന്നു ചേരും. വിദേശ യാത്രയ്ക്കോ ഉപരി പഠനത്തിനോ ഉള്ള ഭാഗ്യം വന്നു ചേരും. ഏറ്റവും അനുകൂലമായ സമയമാണ് ഇതിനൊക്കെയുള്ളത്. വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക, പഠനപരമായ കാര്യങ്ങളിൽ ബന്ധപ്പെടുക, ഒപ്പം സാമ്പത്തികമായ വർധനവിന് അവിടെ തന്നെ ഒരു തൊഴിൽ ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കായി പോകുന്നവർക്ക് അതിനുള്ള വഴി തുറക്കുകയും അവിടെ എത്തിയാൽ ആ ഭാഗ്യം നന്നായി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളത് പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും അത്തരം കാര്യങ്ങൾക്ക് പരിശ്രമിച്ചോളൂ. ഈ ടെക്നിക്കൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ അതിനോട് വളരെയധികം താല്പര്യമുള്ളതായിട്ടാണ് കാണുന്നത്. പലപ്പോഴും നക്ഷത്ര വ്യവസ്ഥകൾ വിചിന്തനം ചെയ്യാനൊക്കെ എത്തുന്നവരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ശ്രമിച്ചോളൂ, നടക്കും. അതുപോലെ പിതാവിൽ നിന്നോ പിതൃ തുല്യരായവരിൽ നിന്നോ സഹായം പ്രതീക്ഷിക്കാം, ധനസഹായം തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം മീനം സംക്രാന്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂര്യൻ്റെ കുംഭം രാശി വിട്ട് മീനം രാശിയിലേക്കുള്ള പ്രവേശനം ഭാഗ്യദായകമായ അനുഭവമായി തന്നെയാണ് തുടരുന്നത്. വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും തൊഴിൽ കാര്യത്തിലാണെങ്കിലും കാർഷിക കാര്യത്തിലാണെങ്കിലും ഭാഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ഉയർന്ന തരത്തിലുള്ള അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. ഭാഗ്യക്കുറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള വലിയ ഭാഗ്യം കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് കയ്യിലിരിക്കുന്ന പണമെല്ലാം കൂടെ കൊടുത്ത് ഭാഗ്യക്കുറി ഒന്നും എടുക്കരുത്. 1 2 എണ്ണത്തിൽ കൂടുതലൊന്നും എടുക്കരുത്. അത് ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു പറച്ചിലിലൂടെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്യേണ്ടുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സ്വാഭാവികമായും അല്പം ഭാഗ്യം കൂടി നിൽക്കുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആയതുകൊണ്ട് ആ സമയത്ത് 1 എണ്ണമോ 2 എണ്ണമോ അങ്ങാണ് എടുക്കാവൂ. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ക്ഷേത്ര കാര്യങ്ങൾ ദർശിക്കുവാനുള്ള ഭാഗ്യം ഈ നക്ഷത്ര ജാതർക്കുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നു. ക്ഷേത്ര ദർശനത്തിലൂടെ ചില സൗഹൃദങ്ങളൊക്കെ ലഭിക്കും. അത് വളരെയധികം അനുഗ്രഹദായകമാണ്. ക്ഷേത്ര ദർശനത്തിലൂടെ തന്നെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്ര ജാതരാണ് നിങ്ങളെന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേരുന്ന ഇടവം രാശി. ഇടവം രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ് സൂര്യൻ്റേതായിരിക്കുന്ന ഈ അനുഗ്രഹം വന്നു ചേരുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക നില വളരെയധികം ഉയർന്നു നിൽക്കും. തൊഴിലിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഒക്കെ ഉണ്ടാവും. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ധാരാളം ധനം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായും ഈ ഭാഗ്യം സുഹൃത്തുക്കളിൽ നിന്നോ സഹോദര സ്ഥാനീയരിൽ നിന്നോ ധനം നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യ അവസരം സൃഷ്ടിക്കുക തന്നെ ചെയ്യും.
ഒന്നുകിൽ നമ്മൾ മുമ്പേ ധനം കൊടുത്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ധനം തിരികെ കൊണ്ടു തരും എന്നും ഇതിനകത്ത് അർത്ഥമുണ്ട്. അത് സഹോദരന്മാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും. അതല്ല, നിങ്ങളുടെ ആവശ്യമായ അവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ധനം നൽകാനെത്തുന്ന ആൾക്കാരും ഉണ്ടാകും. ഇടവം രാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായ പുരോഗതി വളരെ കൂടുതലുണ്ടാകും. തൊഴിൽ പുരോഗതി, യുവാക്കൾക്കൊക്കെ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശവാസത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കാനുള്ള സാധ്യത 91% കാണുന്നുണ്ട്. ഇനി വിദേശത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് തൊഴിൽ നഷ്ടമായി നിൽക്കുന്നവർക്കോ തൊഴിൽ ലഭിക്കാതെ നിൽക്കുന്നവർക്കോ 2026 മാർച്ച് 15 ശേഷം അത് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന, നമുക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു തുക നന്നായിട്ട് നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ചിരിക്കുകയും അത് കിട്ടാനുള്ള എല്ലാ വഴിയും തുറന്നു കിടന്നിട്ടും ചെയ്തിരിക്കുന്ന ആ പണം തീർച്ചയായിട്ടും 2026 മാർച്ച് മാസം 15 ശേഷം നടക്കുന്ന ഈ മീന സംക്രാന്തിയുടെ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. സൂര്യൻ ഇവരുടെ 10ാം ഭാവത്തിലാണ് അനുഗ്രഹിച്ച് നിൽക്കുന്നത്. 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ്. നമ്മൾ ഏത് തൊഴിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തൊഴിലിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് സാമ്പത്തിക ഗതിയുടെ വളർച്ചയുണ്ടാകുമെന്നുള്ളതാണ് ആദ്യമേ എടുത്തു പറയേണ്ടുന്നത്. എന്ന് പറഞ്ഞാൽ വിദേശീയരായിരിക്കുന്ന വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പള വർധനവുണ്ടാവാം. അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ അധീനതയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ കർമ്മസ്ഥാനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ശമ്പളഗതിയുടെ വർധനവുണ്ടാകാം. അല്ലെങ്കിൽ തടഞ്ഞ് വച്ചിരിക്കുന്ന ശമ്പളം കൃത്യമായ ആനുകൂല്യത്തോടുകൂടി തിരികെ കിട്ടുക തുടങ്ങിയ വളരെ സന്തോഷകരമായിരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുകയാണ് ഈ മീനം സംക്രാന്തിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ സൂര്യൻ്റെ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കുള്ള എത്തപ്പെടലിലൂടെ നടക്കുന്നത്. പലപ്പോഴും കർമ്മരാശിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ബലവർധനമുണ്ടെങ്കിൽ ആ മനുഷ്യനും ആ കുടുംബവും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും അതുപോലെ തന്നെ കാർഷികപരമായും ഒക്കെ തന്നെ നല്ല ഉണർവ് ഈ പറയുന്ന രാശിക്കാർക്കും നക്ഷത്രജാതർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂര്യൻ കുംഭരാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന പൊതുവായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തൊഴിൽ രംഗത്ത് വളരെയധികം അംഗീകാരങ്ങൾ ലഭിക്കും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. രാഷ്ട്രീയത്തിലോ ഭരണരംഗത്തിലോ നിൽക്കുന്നവർക്ക് മികച്ച സമയമായി മാറും. തൊഴിലന്വേഷകർക്ക് ഏറ്റവും യോജിച്ച ഒരു സമയമാണ് ഇപ്പറഞ്ഞ മീനം സംക്രാന്തി എന്ന് പറയുന്ന വ്യവസ്ഥയിലൂടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മീന സംക്രാന്തി ദിവസത്തിൽ സൂര്യ ഗായത്രിയൊക്കെ ചെല്ലുന്നത് ഏറ്റവും ഭാഗ്യമായി തന്നെ കരുതേണ്ടതാണ്. മഹാലക്ഷ്മി അഷ്ടകം, അതുപോലെ തന്നെ കുബേര രാജാവിനെ പ്രാർത്ഥിക്കുന്ന മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന തരത്തിൽ സമ്പത്തിലേക്ക് എത്തുന്നതിനായുള്ള വഴി തുറക്കുക തന്നെ ചെയ്യും. ഈ ഉച്ചാരണങ്ങൾ കൊണ്ടും ഈ മന്ത്ര വ്യവസ്ഥകൾ കൊണ്ടുമൊക്കെ ക്ഷേത്രത്തിലേക്കൊക്കെ പോകാനുള്ള ശ്രമം നടത്തണം. ക്ഷേത്ര ദർശനമാണ് ഏത് ഭാഗ്യത്തിനും അനുയോജ്യമായിരിക്കുന്ന കാര്യം. കുറച്ച് സമയം ക്ഷേത്രത്തിൽ ചിലവാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും നന്നായി തന്നെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഈ രാശിക്കാർക്ക് കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.